ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 2.85 പോയിൻറ്റ്സ് നെഗറ്റീവിലും മാത്രമാണ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ 24,154.90. ഇന്ന് ഓപ്പണിംഗ് ഇന്നലത്തെ ക്ലോസിംഗ് ആണ് 24,154.90. ഇന്നത്തെ ഓപ്പണിംഗ് 24,152.05 ആണ്. ഇന്ന് നമ്മൾ മന്ത്ലി എക്സ്പയറി കോൺട്രാക്റ്റിലേക്ക് കിടക്കുകയാണ്. ഇപ്പം 25-നാണ് മന്ത്ലി എക്സ്പയറി ഒരു കോൺട്രാക്റ്റിലേക്ക് കിടക്കുകയാണ്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് ഓപ്പണിങ്ങിൽ തന്നെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം. വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ 23,925 ആണ് സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. അപ്പോൾ ഒരു 200 പോയിൻറ്റ്സ് ഫോൾ ആവുമോ നമുക്ക് നോക്കാം. എന്തായാലും നല്ലൊരു മൊമെൻറ്റമാണ് കാണാൻ സാധിക്കുന്നത് പുട്ട് ഓപ്ഷനിൽ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡയറക്ഷൻ കൺഫർമേഷൻ ഉണ്ട്. ഒന്ന് ഡയറക്ഷണൽ കൺഫർമേഷൻ ഈ ഒരു മൊമെൻറ്റം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യോ നമുക്ക് നോക്കാം. ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ 130 ലെവലാണ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ ചാൻസസ് ഉണ്ടോ നമുക്ക് നോക്കാം. അങ്ങനെയല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെയാണ് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു പ്രൈസ് റിജക്ഷൻ കാണുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 24,100 ലെവൽ 24,100 ആണ് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ്. 24,100, 24,150 ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസും കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. 24,100. ഓക്കെ, 24,100 ആണല്ലോ. 24,400 ആയിപ്പോയി. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ 24,200, 250. ഇപ്പോൾ ഈ സ്ട്രൈക്ക് പ്രൈസസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രി എടുക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഒരു റിക്കവറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാം. $24,100. ഒരു എൻട്രി നമ്മൾ എടുത്തിട്ടുണ്ട്. 24,100 കോൾ ഓപ്ഷൻ 150.7 150 എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഡേ ലോ ലെവലിലേക്ക് വരണം കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. എന്തായാലും
ഈ ഒരു പൊസിഷൻ 156 ലെവലാണ് ഒരു റെസിസ്റ്റൻസ് ലെവൽ നെക്സ്റ്റ്. അതുപോലെ തന്നെ സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 24,100ലാണ് ട്രേഡ് ചെയ്യുന്നത്. 24,130 ലെവലാണ് നേരത്തെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലെവലാണ് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറണ്ട് പൊസിഷൻ 1.5K ലോസിലാണ്. അപ്പോൾ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തു നിഫ്റ്റി. അത് ഒരു പുൾ ബാക്ക് ആയിരുന്നു നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ബാരിഷ് മൂവ്മെൻറ്റിൻ്റെ ഒരു പുൾ ബാക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളൊരു കുറച്ചുകൂടി ഒരു അപ്പ് മൂവ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി ഒരു 120 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം വരും. പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് പുൾ ബാക്ക് എന്ന അവിടെ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് വന്നിട്ടുള്ളത് 24,100. അപ്പോൾ എന്തായാലും ഡേ ലോ ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തു. ഞാൻ ഡേ ലോ എന്നൊരു ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ ഹോൾഡ് ചെയ്യാം ഈ ഒരു പൊസിഷൻ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡൗൺ സൈഡ് വരാനുള്ള ചാൻസസ് ആണ്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും 176.45 ആണ് എൻട്രി പ്രൈസ്. പുട്ട് ഓപ്ഷൻ 24,200. അപ്പോൾ ഈ ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് റൈഡ് ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ 1.6K ലോസിലാണ് ഓവറോൾ പൊസിഷൻ. അപ്പോൾ എന്തായാലും അറൗണ്ട് 1.5K അവിടെ നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു ഹെഡ്ജ്ഡ് പൊസിഷനിൽ. അപ്പോൾ പുട്ട് സൈഡ് നമുക്കൊരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ അതുകൂടെ നമുക്ക് എടുത്തതിന് ശേഷം കോൾ ഓപ്ഷൻ ആവറേജ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കോൾ ഓപ്ഷൻ പ്രോഫിറ്റിൽ വരാൻ അല്ലെങ്കിൽ അറൗണ്ട് കോസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈവൻ പ്രോഫിറ്റിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് പുട്ട് ഓപ്ഷൻ എത്രത്തോളം താഴേക്ക് വരും, അതായത് മാർക്കറ്റ് എത്രത്തോളം താഴേക്ക് വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ അറൗണ്ട് 24,000ലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഹെഡ്ജ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൽക്കാലം. അപ്പോൾ നമുക്ക് നോക്കാം. 10:40 സമയം. ഇപ്പോൾ നമുക്ക് പൊസിഷൻ 1.6K ലോസിലാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ 1.9K ലോസിലാണ്. 2K ലോസ് വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെഡ്ജിയുടെ പൊസിഷനും ലോസിൽ തന്നെയാണ്. ഒരു പ്രീമിയം ഡിക്കേ ഉണ്ട്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡേ ലോ വന്നിട്ടുള്ളത് 24,027.90 ആണ്. അപ്പോൾ ഇതുവരെയുള്ള ഡേ ഹൈ പുട്ട് ഓപ്ഷനിൽ 190.75. ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ 1.2K ലെവൽ 1.2Kയിലേക്കാണ് ഓവറോൾ ലോസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഒരു പുൾ ബാക്കാണ് പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പുൾ ബാക്ക് എന്ന് ഇപ്പോൾ വീണ്ടും ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. അറൗണ്ട് കോസ്റ്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുട്ട് ഓപ്ഷൻ എന്തായാലും സ്ക്വയർ ഓഫ് ചെയ്തിട്ടില്ല. 2 ലെഗും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ മാർക്കറ്റിലൊരു റിക്കവറി വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കോൾ ഓപ്ഷൻ എന്തായാലും ഇപ്പോൾ നമുക്ക് ഹെഡ്ജ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഡേ ലോ ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. 24,027.90 ആണ് ഇതുവരെയുള്ള ഡേ ലോ. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് 24,000ലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനുശേഷം റിക്കവർ ആവുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് 24,000 ലെവലിലേക്ക് വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബുക്ക് ചെയ്തതിന് ശേഷം കോൾ ഓപ്ഷൻ ആവറേജ് ചെയ്യാം, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ആവറേജ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും ഇപ്പോൾ നമുക്ക് ഒരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിൽ. നമുക്ക് നോക്കാം. ഡേ ലോ ബ്രേക്ക് ചെയ്ത് ഒരു മൊമെൻറ്റം വരുമോ നമുക്ക് നോക്കാം. എന്തായാലും ഒരു റിവേഴ്സൽ സൈനുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 ലെഗും കൃത്യമായിട്ട് ലെവൽസ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് മൊമെൻറ്റം വരികയാണെങ്കിൽ, നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് വരികയാണെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്യുക, ഒരുമിച്ച് എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് നോക്കാം. 1.9K അറൗണ്ട് 2K ലോസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 12 മണി കഴിഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാം.
മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലാണ്. 24,050 24,070 ലെവലിൻ്റെ ഇടയിലാണ് കുറേ നേരമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൊസിഷൻ സ്വാഭാവികമായിട്ടും ലോസിൽ തന്നെ ആയിരിക്കും. അവിടെ നിന്ന് എങ്ങോട്ടും പോകാത്തത് കൊണ്ട് തന്നെ കോസ്റ്റിലേക്ക് പുട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഡേ ലോ ലെവലിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ 24,000 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ലോസ് കുറച്ച് കുറയാനുള്ള സാധ്യതയുള്ളൂ. 1.9K ലെവലിലാണ് നിൽക്കുന്നത് ലോസ്. ഇപ്പോൾ റിക്കവർ ആവാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോസ് കുറയാനുള്ള സാധ്യതയുള്ളൂ. ഇതിനകത്ത് തന്നെ തുടർന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ലോസ് കുറച്ച് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും 2 ലെഗും ഒരുമിച്ച് മാത്രമേ സ്ക്വയർ ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഡേ ലോ ബ്രേക്ക് ചെയ്ത് 24,000 വന്നു കഴിഞ്ഞാൽ കുറച്ച് ലോസ് റിക്കവർ ആവും, നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഡേ ഹൈ ലെവൽ പുട്ട് ഓപ്ഷൻ 190 ലെവലിലേക്ക് വരാനോ അല്ലെങ്കിൽ 200 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ 1.9K ലോസിലാവും. ഇപ്പോൾ സൈഡ് വേസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം 24,000 ഈ ഒരു സൈഡ് വേസ് റേഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൻ്റെ ഹൈ റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ പൊസിഷൻ വീണ്ടും കുറച്ചധികം ലോസിലേക്ക് പോയിരിക്കുകയാണ്. 2.5K ലോസ് വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോൾ ഓപ്ഷൻ എൻട്രി 1K ലോസ് ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ എൻട്രി ആണ് ഇപ്പോൾ 1.5K ലോസ് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ്. അപ്പോൾ എന്തായാലും ഇനിയും ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് നമുക്ക് ഈ ഒരു 24,080 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. ഈ ഒരു 80 ലെവൽ നേരത്തെ വന്നിട്ടുള്ളൊരു ഹൈ ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു കൂടുതൽ റിക്കവറി എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അഗെയിൻ ഡേ ലോയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു ലെഗ് ആയിട്ട് സ്ക്വയർ ഓഫ് ചെയ്യുന്നത് കുറച്ചധികം റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് ലെവൽ വന്നതിന് ശേഷം നമുക്ക് ഡിസിഷൻ എടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ലോസ് അത്യാവശ്യം നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ എന്തായാലും ഓക്കെ. ഞാനൊരു കോൾ ഓപ്ഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. മാക്സിമം റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തി. പുട്ട് ഓപ്ഷൻ നമുക്കൊരു 150 സ്ക്വയർ ഓഫ് ചെയ്യാം. ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് 2.2K ലോസ് ഉണ്ട്. ഇപ്പോൾ 1.3K നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 150 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മാക്സിമം 1.7K ലോസ് വരാനുള്ള സാധ്യതയുണ്ട് പുട്ട് ഓപ്ഷനിൽ. പ്ലസ് 1.3K അറൗണ്ട് 3Kയുടെ ലോസ് ആണ് മാക്സിമം ലോസായിട്ട് വരുന്നത്. നമുക്കെന്തായാലും ഈ ഒരു ട്രേഡ് നമുക്കിങ്ങനെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും സപ്പോർട്ട് ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. സപ്പോർട്ട് ലെവലിലേക്ക് വരുവാണെങ്കിൽ സപ്പോർട്ട് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാം പുട്ട് ഓപ്ഷനും. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ പുട്ട് ഓപ്ഷൻ കോസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ ഡിസിഷൻസ് വളരെ ക്വിക്കായിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നേരത്തെ ഒരുമിച്ച് സ്ക്വയർ ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നു. അതായത് പുട്ട് ഓപ്ഷൻ സപ്പോർട്ട് ലെവലിലേക്ക് വന്നപ്പോൾ ഞാൻ ആ ഒരു ലെവൽ കൺഫേം ചെയ്തതിന് ശേഷം കോൾ ഓപ്ഷൻ ലെഗ് സ്ക്വയർ ഓഫ് ചെയ്ത് 1.3K ലോസ് ബുക്ക് ചെയ്തു. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ നമുക്ക് ഓൾമോസ്റ്റ് 20 പോയിൻറ്റ്സ് ലോസിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു 1.5K അറൗണ്ട് ലോസിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലോസ് റിക്കവറായി കോസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് പുട്ട് ഓപ്ഷനിൽ വരികയാണെങ്കിൽ നല്ല പ്രോഫിറ്റ്സ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റോപ്പ് ലോസ് ഒന്നുകൂടി റിവൈസ് ചെയ്ത് 155 വെച്ചിട്ടുണ്ട്. നേരത്തെ 150 55 വെച്ചിട്ടുണ്ട്. 76 ആണ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ 185 ആണ് ഒരു റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ ഡേ ലോ ലെവലിലേക്ക് സ്പോട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനിടയിൽ ഒരു റിവിഷൻ കൊടുക്കാൻ പറ്റില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു ബ്രേക്ക് ഔട്ട് വരുമോ നമുക്ക് നോക്കാം.
ഇപ്പോൾ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു 179 സ്ക്വയർ ഓഫ് ചെയ്തത്. ഇപ്പോൾ ഡേ ലോയിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഡേ ലോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഡേ ലോ ബ്രേക്ക് ചെയ്യുമോ നോക്കാം. ബ്രേക്ക് ചെയ്താലും ഇനി റീ എൻട്രി ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഡേ ലോ ലെവലിൽ നിന്നൊരു ചെറിയൊരു ബൈയിങ് പ്രഷർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുൾ ബാക്കിന് ശേഷം മാത്രമേ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു മൊമെൻറ്റം വന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും ചാൻസസ് ഉണ്ട്. എന്തായാലും ഞാൻ അഗ്രസീവായിട്ട് റിവൈസ് ചെയ്ത് സ്ക്വയർ ഓഫ് ചെയ്തു. അപ്പോൾ എന്തായാലും 1.1K ആണ് ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ട്രേഡായിരുന്നു. അറൗണ്ട് 2.5K ലോസ് ഉണ്ടായിരുന്നു. ഒരു 50% റിക്കവറായി. പുട്ട് ഓപ്ഷൻ കോസ്റ്റിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കോൾ ഓപ്ഷനിൽ 1.3K ലോസാണ് വന്നിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല. ഈ ഒരു കൺസോൾട്ടേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൺസോൾട്ടേഷനിൽ നമുക്ക് കിട്ടാവുന്ന നല്ലൊരു റിസൾട്ട് തന്നെയാണ്, നല്ലൊരു ഡിസിഷനാണ്. നമുക്ക് ഈ ഒരു കോൾ ഓപ്ഷൻ സ്ക്വയർ ഓഫ് ചെയ്യാനും പുട്ട് ഓപ്ഷൻ മാത്രമായിട്ട് നേക്കഡായിട്ട് വെച്ച് ഡേ ലോയിൽ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ കഴിഞ്ഞ 185 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ 1 മണിക്കൂറാണ് സമയമുള്ളത്. അതിനുശേഷം CASഉം ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.